Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കർട്ടൈൻ വാളിനെ കുറിച്ചിട്ടാണ്. കർട്ടൈൻ വാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലാസ് ടൈപ്പിലുള്ള വാൾ ഡിസൈൻസ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് കർട്ടൈൻ വാൾ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി ഉള്ള ബേസിക് വാൾ വെച്ചിട്ടാണ് ഇതുവരെയുള്ള സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അതിലേക്ക് ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു പോർഷൻസിലേക്ക് നമുക്ക് ഗ്ലാസ് ടൈപ്പിലുള്ള വാൾസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. നമ്മൾ ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിലെ വാൾസിൻ്റെ അണ്ടറിൽ തന്നെയാണ് നമുക്ക് വാൾ ആർക്കിടെക്ചറിൻ്റെ അണ്ടറിൽ തന്നെ ആയിട്ടാണ് നമുക്ക് കർട്ടൈൻ വാളും നമുക്ക് വരുന്നത്. ഇത് നമ്മൾ ബേസിക് വാളായിരുന്നു നോർമലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അതിൽ ഏറ്റവും താഴത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കർട്ടൈൻ വാൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 3 ടൈപ്സിലുള്ള വാൾസ് ആണ് വരാം. ഫസ്റ്റ് വരുന്നത് കർട്ടൈൻ വാള്, സെക്കൻഡ്ലി എക്സ്റ്റീരിയർ ഗ്ലേസിങ്, തേർഡില് സ്റ്റോർ ഫ്രണ്ട്. ഇപ്പം 3 പേരിൽ നമുക്കിത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. 3ഉം തമ്മിൽ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ വരച്ച് നോക്കുന്ന സമയത്ത് എന്താണ് അതിൽ വരുന്ന ഡിഫറൻസസ് എന്ന് നമുക്ക് പെട്ടെന്ന് ഷോ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ കർട്ടൈൻ വാൾ എടുത്തു, ജസ്റ്റ് ഒന്ന് വരക്കുന്നു, ഒന്ന് എസ്കേപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ എക്സ്റ്റീരിയർ ഗ്ലേസിങ് എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യുന്നു, എസ്കേപ്പ് ചെയ്തു. നമ്മൾ മൂന്നാമത്തെ ടൈപ്പായ സ്റ്റോർ ഫ്രണ്ട് എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് വരക്കുന്നു, എന്നിട്ടൊന്ന് ഡബിൾ എസ്കേപ്പ് ചെയ്യുന്നു, ടൂളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു. അതിനുശേഷം നമ്മളൊന്ന് 3Dയിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. 3Dയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ വിഷ്വൽ സ്റ്റൈൽസിൽ അതിനെ റിയലിസ്റ്റിക്കിലേക്കും കൂടി ചേഞ്ച് ചെയ്യുന്നു. ഷിഫ്റ്റും മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺസും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് നമ്മൾ ഫസ്റ്റ് മെത്തേഡ്, ഇത് നമ്മൾ സെക്കൻഡ് മെത്തേഡ്, ഇത് നമ്മൾ തേർഡ് മെത്തേഡാണ്. ഈ ഫസ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു പ്ലെയിൻ ഗ്ലാസസ് ആയിട്ടായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് വരാം. നമ്മളിപ്പോൾ ഗ്ലാസിൻ്റെ കേസസിൽ നമുക്കറിയാം ഒരുപാട് ലെങ്ത്തിലേക്കൊന്നും നമുക്ക് ഗ്ലാസ് ഇട്ടില്ല. ഒരു ലിമിറ്റേഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 ഗ്ലാസുകൾ തമ്മിൽ നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നതാണ്. ഒറ്റ സ്ട്രെച്ചിലൊന്നും ഒരു 10-300 മീറ്റർ ഉള്ള ഗ്ലാസസ് ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്കത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, നമ്മൾ ഓരോ മീറ്റർ ബേസിസിൽ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ പാറ്റേൺസ് ഉണ്ടാവും. ഇതിലിപ്പോൾ നോക്കുമ്പോൾ പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കും. ഇനി എത്ര ലെങ്ത്തിലേക്ക് നമ്മൾ വരച്ചാലും അത് പ്ലെയിൻ ഗ്ലാസ് മാത്രമായിട്ടായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് വരാം. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് നോക്കുന്ന സമയത്ത് ഗ്ലാസിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടീഷൻ, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടീഷൻസ് ഇതുപോലെയാണ് നമ്മൾ നോർമലി ഗ്ലാസ് ടൈപ്പിലൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ചെറിയൊരു വാരിയേഷൻസ് നമ്മൾ നോർമലി കാണുന്ന രീതിയിലുള്ള സെയിം അതേ രീതിയിൽ തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഉണ്ടാവുക. ഇങ്ങനെയാണ്, അതായത് നമുക്ക് പാർട്ടീഷൻസ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ബേസിസിലേക്ക് നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അത് നമുക്ക് പാർട്ടീഷൻ ആയിട്ടുണ്ടാവും. ഇത് വെറും പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസസ് ആയിരിക്കും. എത്ര ലെങ്ത്തിൽ ചെയ്താലും ഇത് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് പാർട്ടീഷൻസിൽ ചേഞ്ചസ് വരും. ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരുന്നുള്ള വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസസ് ഉണ്ട്, പാർട്ടീഷൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫ്രെയിംസും കൂടി, ആ പാർട്ടീഷൻസിലേക്ക് നമുക്ക് ഫ്രെയിംസും കൂടി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 3 ടൈപ്പും വരുന്നുള്ളത്. നമുക്ക് സിംപ്ലി ഇത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഇത് 3ഉം തമ്മിൽ എന്താണ് ഡിഫറൻസസ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പം ഇതിലുള്ളത് പോലെ ഈ ചെയ്തിട്ടുള്ള ഈ രണ്ടാമത്തെ മെത്തേഡിലേക്ക് നമുക്ക് ഫ്രെയിംസ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രെയിംസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിൽ നമുക്ക് മുള്ളിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് മുള്ളിയൻ എടുക്കുക. മുള്ളിയൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളത്. ഗ്രിഡ് ലൈൻ സെഗ്മെന്റ്, ഓൾ ഗ്രിഡ് ലൈൻ, ഇത് 3 പോർഷൻസ് ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ മുള്ളിയൻ്റെ പാറ്റേൺസും അവൈലബിൾ ആണ്. നമുക്ക് സർക്കുലർ മുള്ളിയൻ ഉണ്ട്, റെക്ടാങ്കുലർ മുള്ളിയൻ ഉണ്ട്, അതേപോലെ തന്നെ എൽ കോർണർ, കോഡ് കോർണർ, സൈഡൽ, വി കോർണർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കോർണേഴ്സിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൻ്റെ പാറ്റേണിൻ്റെ ടൈപ്പിൻ്റെ കൂടെ തന്നെ കോർണറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോർണറിൽ മാത്രമേ ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. എല്ലാ ഏരിയസിലും ഇത് വർക്കൗട്ട് ആവില്ല. വോൾ റൗണ്ട് ആയിട്ട് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സർക്കുലർ മുള്ളിയനായിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ മുള്ളിയനായിട്ടും, ഈ രണ്ടിലും 2 ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്.
ഇതിലേതാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച്. ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസും കാര്യങ്ങളും നമുക്ക് നോർമലി നമ്മളിപ്പോൾ ഡോറും വിൻഡോസ് കാര്യങ്ങളും നമ്മൾ എഡിറ്റ് ചെയ്ത് സെയിം അതേപോലെ തന്നെ സെലക്ട് ചെയ്ത് എഡിറ്റ് ടൈപ്പിൽ പോയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേതാണോ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യുക. അതിലിപ്പോൾ ഗ്രിഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ കംപ്ലീറ്റ് ലൈൻസ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കലുള്ള കംപ്ലീറ്റ് ലൈൻസിലായിട്ടായിരിക്കും വരാം. ഇനി ഗ്രിഡ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ സിംഗിൾ ആയിരിക്കും, ഏതെങ്കിലും ഒരു സിംഗിൾ. ഇപ്പൊ ഇതിപ്പോൾ നേരത്തെ നമുക്ക് വോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എന്നിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ലൈൻസ് വരുന്നത് കൊണ്ട് തന്നെ എത്ര വരെയാണോ ആ ലെങ്ത് വരുന്നുള്ളത്, ആ ബ്രേക്കിങ്സ് മുമ്പ് വരെ എത്ര ലെങ്ത്തിലുണ്ടോ അതുവരെ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. ഇനി ഓൾ ഗ്രിഡ് ലൈൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാ ഗ്രിഡ് ലൈൻസിലും നമുക്ക് ഒരുമിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന പാറ്റേൺസ് ആണിത്. അപ്പോൾ 3 രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി കോർണർ മുള്ളൻസും നമുക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ കോർണേഴ്സിനനുസരിച്ചിട്ട് എങ്ങനെയാണോ പാറ്റേൺസ് അതിനനുസരിച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം സെയിം ഇതേപോലെ തന്നെ നമ്മളിപ്പം ഇതിലേക്കും ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പം ഈ പ്ലെയിൻ ഗ്ലാസസിനെ എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ആക്കി മാറ്റാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. ഒന്ന് സൗത്ത് സൈഡിലേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം മാത്രം ഒന്ന് സൂം ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ഉള്ളിൽ നിന്നുള്ള ഓപ്ഷൻ ആയിരുന്നു നമ്മൾ നേരത്തെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിന് നേരെ തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കർട്ടൈൻ ഗ്രിഡ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗ്രിഡ് ബേസിസിലാണ് നമ്മൾ പാർട്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കർട്ടൈൻ ഗ്രിഡ് എന്നതിൻ്റെ അടുത്ത് മൗസ് വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ടൂൾ എന്താണെന്ന് അറിയുന്ന രീതിയിലുള്ള ഒരു പ്ലേ വീഡിയോ കൂടെ അവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. എത്ര ഡിസ്റ്റൻസസിലേക്കാണോ നമുക്ക് പാർട്ടീഷൻസ് വേണ്ടത് ആ ഒരു ഡിസ്റ്റൻസസിലേക്ക് നമുക്ക് പാർട്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും സെയിം ഡിസ്റ്റൻസിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സെയിം ഡിസ്റ്റൻസിൽ കൊടുക്കാം. ഇന്നത്തെ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ ഒരു ഡിഫറെൻറ്റ് ഡിസ്റ്റൻസസിലേക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് കൊടുക്കാം. ഹൊറിസോണ്ടലി വേണമെങ്കിൽ ഹൊറിസോണ്ടൽ കൊടുക്കാം, വെർട്ടിക്കലി വേണമെങ്കിൽ വെർട്ടിക്കലും കൊടുക്കാം. നമുക്കിതിപ്പോൾ 3Dയിൽ നിന്നുകൊണ്ടുതന്നെ ഇതിലേക്ക് നമുക്ക് ഗ്രിഡ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് വരാം എലിവേഷൻ വ്യൂവിൽ വന്നിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മുള്ളൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മുള്ളൻസ് കൊടുക്കാം. മുള്ളൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു കോർണർ മുള്ളനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കോർണർ മുള്ളൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എൽ ഷേപ്പിൽ വരുന്നത് ഇതുപോലെയായിട്ട് നമുക്ക് വന്നിട്ടുണ്ടാകും. ഇനിയിപ്പോൾ നമുക്ക് ടാബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുള്ളൻ സെലക്ഷൻസ് കിട്ടും. ഇനി കോർണറിൽ കോഡ് മുള്ളൻ ആക്കണം എന്നുണ്ടെങ്കിൽ കോർണർ മുള്ളൻ കൊടുക്കാം. ഇനി ട്രപ്പിസോയിഡ് വേണമെന്നുണ്ടെങ്കിൽ ട്രപ്പിസോയിഡ് കൊടുക്കാം. വ്യൂ മുള്ളൻസ് വേണമെങ്കിൽ വ്യൂ മുള്ളൻസ് കൊടുക്കാം. ഇത് കണക്ഷൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഡിസൈനിൻ്റെ കണക്ഷൻസിനനുസരിച്ച്. ഇനി അതല്ല നമുക്കൊരു സർക്കുലാർ മുള്ളനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സർക്കുലാർ മുള്ളൻ കൊടുക്കുക. ഇത് ലൈൻ ടൈപ്പ് ആണോ വലുതാണോ ചെറുതാണോ അതിനനുസരിച്ച് സൈസസിന് റേഡിയസസിനനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് സെലക്ഷൻ കിട്ടിയത് ആ സിംഗിൾ ഒന്ന് മാത്രമായതുകൊണ്ടാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ മൾട്ടി സെലക്ഷൻസ് ആണ് നമുക്ക് വേണ്ടുന്നുണ്ടെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി സെലക്ഷൻസ് അവൈലബിൾ ആണ്. മൾട്ടി സെലക്ഷൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ മുള്ളൻസിൽ നമുക്ക് ഓൾ ഗ്രിഡിലാണ് നമുക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കോർണർ മുള്ളൻ സൈഡിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കോർണേഴ്സിൽ മാത്രമാണ് വരാം. അപ്പം ഇതിലെല്ലായിടത്തും നമ്മളിപ്പോൾ സർക്കുലർ മുള്ളൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട്. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ബേസിക്കലി ഉള്ളതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് ഉള്ളതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം ഇതിൽ ഒരു പെർട്ടിക്കുലർ പാറ്റേണിന് മാത്രം നമുക്കൊന്ന് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ടാബ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഏത് ഏരിയ ആണോ നമുക്ക് വേണ്ട ആ ഒരു ഏരിയ ചൂസ് ചെയ്യുക. അതിന് എഡിറ്റ് ടൈപ്പിൽ പോവുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ മറക്കരുത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഗ്ലാസസിലായിട്ടുണ്ടാവും. ഈ മെറ്റീരിയലിന് അണ്ടർ നിന്നും നമ്മൾ മെറ്റീരിയൽ അസറ്റ് ബ്രൗസറിലേക്ക് വന്നിട്ട് ഇവിടെ നിന്നും നമുക്ക് വേണമെന്ന ഒരു മെറ്റീരിയൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ആ ഒരു ഫേസസിൽ മാത്രമായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മുള്ളൻ വേണ്ട, ഇവിടെ കുറച്ചൊരു വൈഡ് സ്പേസിങ്ങിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ മുള്ളൻ ഡിലീറ്റ് ചെയ്യാം. മുള്ളൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമുക്ക് ഗ്രിഡ് ലൈൻസ് ഉണ്ടാവും. ജസ്റ്റ് ഗ്രിഡ് ലൈൻ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ടോപ്പിലേക്ക് വന്ന് നോക്കാം. നമുക്ക് അവിടെ എന്തുണ്ട് വന്നിട്ടുണ്ട്, കർട്ടൈൻ ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് അതിന് മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ആഡ് ഓർ റിമൂവ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ആഡും ചെയ്യാം റിമൂവും ചെയ്യാം. ഇപ്പം എന്തായി നമ്മളത് ആഡ് ഓർ റിമൂവ്. ഇപ്പം റിമൂവ് ആയിട്ട് വന്നു. ഇനിയിപ്പോൾ ഇത് സിംഗിൾ ഗ്ലാസ് ആണ്. ഇതിൻ്റെത് നമുക്ക്
മെറ്റീരിയൽ മാറ്റാന്നുണ്ടെങ്കിൽ വോളായിട്ടാണ് നമുക്ക് നേരത്തെ കൊടുത്തതുപോലെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മെറ്റീരിയൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഗ്ലാസ് പാറ്റേണിലേക്ക് ഇവിടെ നമുക്കിപ്പോൾ ഒരു ഡോർസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന നമ്മൾ ഡോർ എന്നുള്ള ഓപ്ഷൻസിലേക്ക് വരാം. ഡോർ എന്നുള്ള ഓപ്ഷനിൽ വന്നതിന് ശേഷം നമ്മളൊന്ന് ലോഡ് ഫാമിലിയിലേക്ക് പോവാം. ലോഡ് ഫാമിലിയിൽ പോയിട്ട് നമ്മൾ ഡോർ US മെട്രിക്കിൻ്റെ അണ്ടറിലുള്ള ഡോർസ് ചൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് 3 ടൈപ്പിലുള്ള കർട്ടൻ ഡോർസ് അവൈലബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഡബിൾ ഡോറിൻ്റെ ഒരു ഡോർ ചൂസ് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ അല്ല. സോ ഒന്ന് എസ്കേപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെയിം ഇത് തന്നെ ടാബ് യൂസ് ചെയ്തിട്ട് ഈ ഗ്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ മെറ്റീരിയലോട്ട് ഗ്ലാസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് സിസ്റ്റം പാനൽ ഗ്ലേസ്ഡ് 3 എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. അതൊന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡോർ അവൈലബിൾ ആയിട്ട് വന്നു. ഇങ്ങനെ നമുക്ക് ഇവിടെ കർട്ടൻ വാൾസ് ചെയ്തതിലേക്ക് നമുക്ക് ഡോർസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഡോർസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ മൾട്ടി സ്റ്റോറേജിൽ വരുന്ന ബിൽഡിങ്സിന്റെ കേസസിലേക്കൊക്കെ നമുക്ക് എൻട്രൻസിൽ ഇതുപോലെ ഡോർസ് കൊടുക്കേണ്ടി വരും. ഫുൾ ഗ്ലാസസിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഈ ഫ്രെയിംസ് ബോട്ടത്തിലുള്ള ഫ്രെയിം നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. ഓൾറെഡി നമുക്ക് എന്ത് വരുന്നുണ്ട്, ഡോർ ഫ്രെയിംസ് വരുന്നതുകൊണ്ട് തന്നെ ബോട്ടത്തിലെ ഫ്രെയിം നമുക്ക് ആവശ്യമായിട്ടില്ല. ചൂസ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ ടോപ്പിലതും നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോപ്പിലതും റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വരും. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഡോർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഔട്ടറിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്കൊരു വാളിലേക്കാണ്, വാളൊരു പെർട്ടിക്കുലർ പോർഷൻസിലേക്ക് മാത്രമായിട്ടാണ് നമുക്ക് ഈ ഗ്ലാസ് ടേപ്പ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഫ്ലോർ പ്ലാനിൽ പോയിട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ നോർമൽ വാൾസ് 20 വാൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഒരു ഡിസ്റ്റൻസസിലേക്ക് ജസ്റ്റ് ഒന്ന് വാൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സെയിം നമ്മൾ വാളിൻ്റെ അണ്ടറിലേക്ക് വരുന്നു. നമ്മളിപ്പം കർട്ടൻ വാൾ എടുക്കുന്നു, എന്നിട്ടൊന്ന് വരക്കുന്നു. വരക്കുന്ന സമയത്ത് ഒന്നിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവർലാപ്പിംഗ് എന്നുള്ള ഒരു മെസ്സേജസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി ജസ്റ്റ് ഒന്ന് ഈ ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഗ്ലാസ് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് ടൈപ്പിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് ടൈപ്പ് പാരാമീറ്ററിൽ കൺസ്ട്രക്ഷൻ അണ്ടറിൽ ഓട്ടോമാറ്റിക്കലി എംബഡഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ടിക്ക് ഓൺ ചെയ്തിട്ടൊന്ന് ഓക്കെ കൊടുക്കാം. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലേക്കായിട്ട് നമുക്കിപ്പോൾ കണക്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ അവിടെയുള്ള വാളിന് പകരം കർട്ടൻ വാൾ വന്നു. അപ്പോൾ നമ്മൾ ആരോ കീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആയി പോവും. ബാക്കി വരുന്ന ബാലൻസ് ഏരിയയിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എംബഡഡ് ചെയ്തതുകൊണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വാള് നമുക്ക് വീണ്ടും വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം ഇതിൻ്റെ കേസസിൽ നമുക്ക് ഇതിൻ്റെ പ്രൊഫൈൽസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എഡിറ്റ് പ്രൊഫൈൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രൊഫൈൽസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു ആർക്ക് ടൈപ്പിലുള്ള പ്രൊഫൈലൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആർക്ക് ടൈപ്പിലുള്ള ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യും. അപ്പം നമുക്കൊരു ആർക്ക് ടൈപ്പിലായിട്ടായിരിക്കും. ഒരു ആർക്ക് ടൈപ്പിലില്ല, നമ്മളിപ്പോൾ വിൻഡോ ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു ആർക്ക് ടൈപ്പിലില്ല രീതിയിൽ നമുക്കിപ്പോൾ വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കർട്ടൻ ഗ്രിഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്രിഡ്സ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. എത്ര ഡിസ്റ്റൻസസിലേക്കാണോ അതിനനുസരിച്ചിട്ടൊന്ന് കൊടുക്കുക. ഇനി അതിലേക്ക് മുള്ളേൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുള്ളേൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. റെക്റ്റാങ്കുലർ മുള്ളേൻ എടുക്കുന്നു, ജസ്റ്റ് ഓൾ ഗ്രിഡ്സിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മളെ കർട്ടൻ വാൾ എന്ന് പറയുന്ന ഓപ്ഷൻസ്. ഓക്കെ, താങ്ക് യു.